എന്താണ് ഈ സോയിൽ ടു സോൾ എന്ന് ഉദ്ദേശിക്കുന്നത്? അതൊരു കൈൻഡ് ഓഫ് എൻ്റെ ഹാപ്പിനെസ് അതാണ്. അങ്ങനെ So what do you have to say about that? നിങ്ങൾ ചെയ്യുന്ന ഒരു ക്ലേ ആർട്ട്, how is it different from that? പറഞ്ഞ മനുഷ്യരോട് മൊത്തത്തിലുള്ളൊരു വാശിയാണെങ്കിൽ വേണമെങ്കിൽ പറയാം. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആക്ച്വലി എനിക്ക് റിമൈൻഡർ ആയിട്ട് പറയാനാണ് താല്പര്യം. എനിക്ക് എന്തായാലും മണ്ണ് വിട്ട് കളിക്കാൻ പറ്റില്ല. Hi, I'm Safna, co-founder of Frog School. So ഇന്നത്തെ ഫ്രോഡ്കാസ്റ്റിൽ we have a very special guest. So Abhishek, he's actually a clay artist. So Abhishek, ഇവിടെ ഫ്രോഗ് സ്കൂളിൽ വന്നിട്ട് how was your experience? Like നമ്മളെ സ്റ്റുഡൻസിനായിട്ടാണെങ്കിൽ നമ്മൾ ടീം, സോ how was your whole experience? ഈ സെഷൻ നമ്മൾ മോർണിംഗ് തൊട്ട് ഈവനിങ് വരെ ഫുൾ ഓൺ സെഷൻസ് ഉണ്ടായിരുന്നു. So how was your whole experience for that? സോ ബേസിക്കലി ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. പുതിയൊരു എക്സ്പീരിയൻസ് ആണെന്ന് പറയുമ്പോൾ കൈൻഡ് ഓഫ് ഇത്രയും ഇൻഡോർ ആയിട്ടുള്ള ഒരു സ്പേസിൽ ഞാൻ അങ്ങനെ അധികം എടുത്തിട്ടില്ല വർക്ക്ഷോപ്സ് ഒക്കെ. പക്ഷേ ഇത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വേറൊരു ഫീൽ എനിക്ക് കിട്ടി. പിന്നെ ഒരേ സെൻസും കുറയാതെ ചോർന്നു പോകാതെ എനിക്കിത് പ്രസൻറ്റ് ചെയ്യാനും പറ്റി. പിന്നെ ഓവറോൾ നല്ല ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു എല്ലാവരെയും. സ്റ്റുഡൻസ് ആണെങ്കിലും ബാക്കി ടീമാണെങ്കിലും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത്. ഓക്കെ, യു ഗൈസ് നല്ലോണം ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് നല്ലോണം ഫീൽ ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ട്രസ്റ്റിനെ ഞാൻ ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കിപ്പോഴും ഉണ്ട്. നല്ല രീതിയിൽ തന്നെ ഔട്ട്കം ആണെങ്കിലും വന്നിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ഉണ്ട്. അതെ. ഇത് ബട്ട് എനിക്ക് ഫസ്റ്റ് നമ്മൾ എനിക്ക് തോന്നുന്നു കോൾ ഇരിക്കുമ്പോൾ ഐ റിമെമ്പർ ഞാൻ അഭിഷേകിന്റെ പ്രൊഫൈൽ ആ സമയത്ത് നോക്കിയിട്ടില്ല. ഐ തിങ്ക് നമ്മൾ ജസ്റ്റ് ഒരു കോൾ ഇരുന്നതിന് ശേഷമാണ് ഞാൻ അഭിഷേകിന്റെ പ്രൊഫൈൽ നോക്കണേ. അപ്പൊ അതില് സോയിൽ ടു സോൾ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റേഴ്സ് ഞാൻ കണ്ടു. വെരി ആ ഒരു ക്യാപ്ഷൻ, ആ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടാണ് എല്ലാ പോസ്റ്റേഴ്സും ഞാൻ റിപ്പീറ്റഡ്ലി കാണുന്നത്. എന്താണ് ഈ സോയിൽ ടു സോൾ എന്ന് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഞാൻ എൻ്റെ കോളേജ് ഫസ്റ്റ് ഇയർ, അതായത് 2021 അന്ന് ഐഡിയേഷൻ ചെയ്ത് എൻ്റെ ഒരു പേഴ്സണൽ കൈൻഡ് ഓഫ് തിങ് ആണ് സോയിൽ ടു സോൾ. ബേസിക്കലി എനിക്കൊരു സ്റ്റോറി ടെല്ലർ ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ സ്റ്റോറി പറയാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തൊരു പേരാണ് സോയിൽ ടു സോൾ 2021. അത് കോവിഡ് ടൈം. സോ അങ്ങനെ അത് എവല്യൂഷൻ സംഭവിച്ച് പിന്നെ ഞാൻ വർക്ക്ഷോപ്പിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി. കാരണം എൻ്റെ കയ്യിൽ ഒരു സ്കില്ലുണ്ട്, കുറച്ച് നോളജും ഉണ്ട്, പിന്നെ എനിക്ക് കിട്ടാതെ പോയ കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു ബിൽഡ് സംതിങ്. അങ്ങനെ ഞാൻ ബിൽഡ് ചെയ്ത എൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അത് സോഷ്യലി ആക്റ്റീവായിട്ട് ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസ്. കാരണം വർക്ക്ഷോപ്പിൽ ആ ഒരു ദിവസം മുഴുവൻ ഞാൻ ഒരു വാക്ക് പറഞ്ഞാലും ഞാനൊരു അക്ഷരം പറഞ്ഞാലും ആ അക്ഷരം കേൾക്കാനായിട്ട് ഇരിക്കുന്നവരാണ് എനിക്ക് മുന്നിലുള്ളത്. അങ്ങനെ ഒരു സ്പേസ് പേഴ്സണൽ ആവില്ലേ? അതൊരു കൈൻഡ് ഓഫ് എൻ്റെ ഹാപ്പിനെസ് അതാണ്. അങ്ങനെ കേട്ടിരിക്കാൻ. കാരണം ഇന്നത്തെ കാലത്ത് കേട്ടിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് വെരി റെയർ. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള, അതും വളരെ റെയർ ആയിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്. ഓൾസോ നമ്മളുടെ ഇപ്പോൾ അറ്റൻഷൻ സ്പാൻ ആണെങ്കിലും ഒരു 10 മിനിറ്റ് കൂടുതൽ ഉണ്ടാവാറില്ല. പക്ഷേ അത്രയും അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. അപ്പോൾ അതിനെങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്നുള്ള എൻ്റെ ഒരു ചെറിയൊരു റിസർച്ച് എക്സ്പെരിമെന്റ് ആണ്. എല്ലാം എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ അങ്ങനെ എക്സ്പെരിമെന്റ് എവല്യൂഷൻ ചെയ്തിട്ടാണ് സോയിൽ ടു സോൾ ഞാൻ ഇപ്പോൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോയിൽ ടു സോൾ എന്നതിനുപരി മണ്ണിൽ നിന്ന് ആത്മാവിലേക്ക് പറയാൻ ആ ഒരു ടേം, മലയാളം ടേം തന്നെ പറഞ്ഞ് സംസാരിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. സോയിൽ ടു സോൾ ഒരു ജസ്റ്റ് ഒരു നെയിമാണ്. പക്ഷെ മണ്ണിൽ നിന്ന് ആത്മാവിലേക്ക് എന്ന് പറയുമ്പോൾ അതിന് ഡെപ്ത് ഉണ്ട്, അതിൽ ജീവനുണ്ട്. അങ്ങനെ ഞാൻ ചെയ്തെടുത്ത ഒരു കാര്യമാണ് മണ്ണിൽ നിന്ന് ആത്മാവിലേക്ക് ബിൽഡ് ചെയ്തൊരു സോയിൽ ടു സോൾ. പിന്നെ ഏകദേശം ഇപ്പോൾ 15 വേദികളിൽ, ഇന്നിപ്പോൾ 15ാമത്തെ വർക്ക്ഷോപ്പാണ് എൻ്റെ ഒഫീഷ്യലി ഉള്ളത്. സോ ഓൾമോസ്റ്റ് ഒരു 700+ സ്റ്റുഡൻസിന് ഞാനിപ്പോൾ വർക്ക്ഷോപ്സ് എടുത്തിട്ടുണ്ട്. സോ ഐ എം വെരി പ്രൗഡ് ടു ബി ദാറ്റ്.
We are also very proud to be in that journey as well. Yeah. Frog School as a team happened to Yes. be in that journey. അത് ഞങ്ങളും we are also honored to have Yes. have you here. That is from the heart because as like പറയുകയാണെങ്കിൽ ഫ്രോക്ക് സ്കൂളിൽ പല ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്, പല ആൾക്കാർ പല രീതിയിലുള്ള വർക്ക്ഷോപ്സ് എടുത്തിട്ടുണ്ട്. ബട്ട് ദിസ് ഇസ് ദി ഫസ്റ്റ് ടൈം ദറ്റ് വി ആർ ഇത്രയും പോസിറ്റീവായിട്ട് വളരെ സ്ലോ പേസ്ഡിൽ, ബിക്കോസ് നമ്മൾ ജീവിക്കുന്ന ലോകം അങ്ങനെയാണ്. വി കാൺ ബി സ്ലോ പേസ്ഡ് ഇൻ Yes. ദിസ് എറ. എപ്പോഴും എല്ലാ കാര്യങ്ങളും ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. എവറിഥിങ് ഇസ് വെരി ക്വിക്ക് ആൻഡ് പീപ്പിൾ വാണ്ട്സ് ടു ഡു എവറിഥിങ് വെരി ക്വിക്ക്. പീപ്പിൾ വാണ്ട്സ് ടു ഗെറ്റ് എവറിഥിങ് വെരി ക്വിക്ക്. ആ ലോകത്തിൽ നിന്ന് ഒരു പോസ് എടുത്ത പോലെയായിരുന്നു ഈ കംപ്ലീറ്റ് വർക്ക്ഷോപ്പ്. സോ താങ്ക്സ് ടു യു ഫോർ ദാറ്റ്. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ബാക്കിയുള്ള ഒരു ക്ലേ വർക്ക്ഷോപ്സ് പോലെ ഉള്ളൊരു വർക്ക്ഷോപ്പായിട്ട് ഇതിനെ കാണണ്ട. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഒരു മെഡിറ്റേഷൻ ഉണ്ടാവും, ഒരു മൈൻഡ്ഫുൾ ജേർണി ഉണ്ടാവും. അങ്ങനെ ഒരു ട്രാവൽ നടത്തുക, അതാണ് എൻ്റെ ഒരു ലക്ഷ്യവും. ഓൾമോസ്റ്റ് ഞാനതിൽ സക്സസ് ആണ്. യെസ്, യു ആർ. യെസ്. സോ ഇപ്പോ ക്ലേ ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഞാൻ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അഡ്രസ്ഡ്. ഓക്കെ, ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഹ്യൂമൻ ഹാസ് ലോഡ് ഓഫ് ലെയേഴ്സ് ദറ്റ് യെസ്. നോട്ട് എവ്രിബഡി ഗെറ്റ്സ് ടു സീ. Yeah. ലൈക്ക് നമ്മളെ ലൈഫിൽ പല ആൾക്കാരും പല ലെയറാണ് കാണുക. എല്ലാ ആൾക്കാരും എല്ലാ ലെയറും ഒരു മനുഷ്യന്റെ കാണില്ല. നമ്മളെ പാരന്റ്സ് ആണെങ്കിൽ ദേ ഗെറ്റ് ടു സീ അനദർ പാർട്ട് ഓഫ് എ ഹ്യൂമൻ. ആർ ഫ്രണ്ട്സ്, ആർ ഫാമിലി, ആർ കൊളീഗ്സ്, അല്ലെങ്കിൽ നമ്മളെ ഒപ്പം പഠിക്കുന്നവർ, എവ്രിബഡി ഗെറ്റ്സ് ടു സീ എവ്രി ലെയർ ഓഫ് എ ഹ്യൂമൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ അഡ്രസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് അഭിഷേകിനെ ക്ലേ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ്. ബട്ട് ഐ വോണ്ട് ടു നോ ഇൻ ഡീപ് വാട്ട് ആർ യുവർ അതർ ലെയേഴ്സ് ഓർ വാട്ട് ഈസ് ഇറ്റ് അബൌട്ട് യു എന്നുള്ളത്. ഓക്കെ, മൈസെൽഫ് ഞാൻ പറയുകയാണെങ്കിൽ ഐ ആം ആൻ ആർക്കിടെക്ചർ സ്റ്റുഡൻറ്റ്. ഫൈനൽ ഇയർ ആണ്. ഇവിടെ കാലിക്കറ്റ് അവനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. പിന്നെ ഒരു ഫോട്ടോഗ്രാഫറാണ്, ആർക്കിടെക്ചർ ഫോട്ടോഗ്രാഫർ ഉണ്ട്. പിന്നെ അമേച്ചറും സ്ട്രീറ്റും ഒക്കെ ആയിട്ട് നമുക്കിഷ്ടപ്പെട്ടതൊക്കെ ചെയ്ത് എടുത്തു പോകുന്ന, സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കുഞ്ഞ് കഥ പറയുന്ന ഒരു കുഞ്ഞു മനുഷ്യൻ. ആക്ച്വലി വേറെ ഇപ്പോൾ പല ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, എല്ലാ ലെയേഴ്സിനും ഉപരി എനിക്കൊരു മനുഷ്യനാണെന്ന് പറയാനും ഒരു ഒരു കുഞ്ഞു മനുഷ്യൻ, അതാണ് എനിക്ക് കുറെ കൂടെ ഇഷ്ടം. അങ്ങനെ കേൾക്കാനാണ്. ഓക്കെ, അതൊരു കുഞ്ഞു മനുഷ്യനാണ്. പിന്നെ അഭിഷേക് എന്നുള്ള പേര് വളരെ റെയർ ആയിട്ട് എന്നെ യൂസ് ചെയ്യുക. എല്ലാവരും എന്നെ കുഞ്ഞു കുഞ്ഞു എന്നാണ് വിളിക്കുക. ഇപ്പോൾ കോളേജിലാണെങ്കിലും എല്ലാവരും തന്നെ, ഓൾമോസ്റ്റ് ഫാക്കൽറ്റീസ് എല്ലാവരും തന്നെ ഈ കുഞ്ഞു കുഞ്ഞുന്നാണ്. അത് അമ്മ വീട്ടിൽ വിളിക്കുന്ന പേരാണ്. സോ അതിങ്ങനെ കേൾക്കുന്ന സമയത്ത് ഓക്കെ ഫൈൻ, കുഞ്ഞാണ്, ശരിയാണ്, പ്രായം ഉണ്ടെങ്കിലും കുഞ്ഞു കുഞ്ഞു തന്നെയാണ്, കുഞ്ഞു മനസ്സാണ്. അപ്പോ ആ രീതിയിൽ അങ്ങ് പോട്ടെ എന്ന് വെച്ചു. കുഞ്ഞു മനസ്സാണെങ്കിലും യു ഹാവ് എ വെരി enlarged perspective on life and things. പെർസ്പെക്റ്റീവ് വേണം. ബിക്കോസ് പെർസ്പെക്റ്റീവ് ഇല്ലാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ അത് ഞാൻ ബിൽഡ് ചെയ്തെടുത്തതാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ എന്താ പറയുക, ബിൽഡ് ചെയ്തെടുത്ത പെർസ്പെക്റ്റീവാണ്. ഓക്കെ, നൈസ്. ഒരു കാര്യം ചോദിക്കാനുള്ളത്, ദാറ്റ് ഈസ് ലൈക്ക് ഐ എം വെരി ക്യൂരിയസ് ഓൺ ദാറ്റ് പാർട്ട്. ആർക്കിടെക്ട് സ്റ്റുഡൻ്റ് ആന്ന് പറഞ്ഞല്ലോ, ഈ ആർക്കിടെക്ട് സ്റ്റുഡൻറ് എങ്ങനെയാണ് ക്ലേ ആർട്ടിസ്റ്റ് ആയത്, അല്ലെങ്കിൽ ക്ലേ ആർട്ടിൽ എത്തിപ്പെട്ടത്? ഓക്കെ, സോ ബേസിക്കലി ഞാനൊരു പോട്ടേഴ്സ് കമ്മ്യൂണിറ്റിയിലെ ഒരു അംഗമാണ്. കൈൻഡ് ഓഫ് ഫാമിലി, എൻ്റെ ഫാമിലി ഇല്ലെങ്കിലും ഈ പറയുന്ന ഒരു കമ്മ്യൂണിറ്റി സിസ്റ്റം ഉണ്ടല്ലോ, അതിൽ ബിലോങ്ങിങ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ ഇപ്പോൾ അച്ഛനാണെങ്കിലും അല്ലെങ്കിൽ അച്ഛൻ്റെ ആ ജനറേഷൻ ആണെങ്കിലും അമ്മയുടെ സൈഡിൽ നോക്കി കഴിഞ്ഞാലും ആരും അങ്ങനെ ഈ ചെയ്യുന്നില്ല. അപ്പോൾ ചെറുപ്പം തൊട്ടേ പക്ഷേ മണ്ണിനോട് എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മുത്തശ്ശിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, മുത്തശ്ശിനെ പറ്റിയിട്ടാണ്. കാരണം എൻ്റെ ജേർണിയിൽ ഏറ്റവും വലിയ പാർട്ടായിരുന്ന മുത്തശ്ശിയാണ്. സോ അങ്ങനെ മുത്തശ്ശി പണ്ട് ഇത് ചെയ്യുമായിരുന്നു, കലം തല്ലി ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആളാണ് എൻ്റെ പാഷനെ ഒന്ന് വളം ഇട്ട് തന്നത്. അത് ആദ്യം വെള്ളം ഒഴിച്ചത് ആളാണ്. അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ 3ാം ക്ലാസ് തൊട്ട് മത്സരങ്ങൾക്ക് പോയി തുടങ്ങി. തോറ്റ് തന്നെയാണ് കേട്ടോ. അത് ഈ പറഞ്ഞ പോലെ ഒന്നും കിട്ടലൊന്നുണ്ടായില്ല. 10ാം ക്ലാസ് വരെ തോറ്റ് തുന്നം പാടിയാണ് തിരിച്ചു കയറി വരുന്നത്. സത്യം പറഞ്ഞ എല്ലാ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇങ്ങനെ ഒരു കഥ പറയാനുണ്ടാവും. സ്കൂളിൽ മോശമാണെന്നുള്ളത് പറയണേ, അത് വേണം. അത് കഥ ഉണ്ടാവണം. കഥയില്ലാതെ എന്തായാലും മനുഷ്യന്മാരില്ലല്ലോ. അങ്ങനെ ഒരു പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ വീട്ടുകാർ പോണ്ട ആ ഒരു കൈൻഡ് ഓഫ് സാധനത്തിലേക്കൊക്കെ എത്തി. ഭയങ്കര അഗ്രസീവായിട്ട് പറയാൻ തുടങ്ങി.
എന്തിനാ പോയിട്ട് ഒരു കാര്യമില്ല. അതെ, കാര്യമില്ല, ഒന്നും ചെയ്യാനില്ല. അപ്പൊ അങ്ങനെ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കുറെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു +1 +2 നമുക്കൊരു സ്റ്റേറ്റ് ലെവൽ എ ഗ്രേഡും മറ്റേ പ്ലേസ് ഒക്കെ കിട്ടിയത്. സോ +2 ഏകദേശം അത്രയും ഒരു 3ാം ക്ലാസ് തൊട്ട് +2 വരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് നമ്മൾ എത്തിയത്. പിന്നെ അതിനുശേഷം ഒരു 3 വർഷം ഞാൻ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ടു ട്രൈ ടു എക്സ്പ്ലോർ മൈസെൽഫ്. 12th കഴിഞ്ഞിട്ട് അത് ഈ പറഞ്ഞ പോലെ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ, നാറ്റും ഡിസൈനും വേണ്ടിയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഡിസൈനും വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻട്രൻസ് എഴുതും, റാങ്ക് കിട്ടും, അലോക്കേഷൻ കിട്ടും, പോകാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് റീസണുകൾ കൊണ്ട് എനിക്ക് 2.5-3 വർഷം ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു. അറ്റ് ലാസ്റ്റ് അങ്ങനെ 2021 ഇവിടെ അവനിയിൽ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ജേർണി പിന്നെ കോളേജിലേക്ക് കയറി കഴിഞ്ഞ ശേഷമാണ് കുറച്ചും കൂടെ ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത്. ആ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഗ്യാപ്പ് എടുത്ത 3 വർഷത്തിൽ ഞാൻ എന്നെ തന്നെ ബിൽഡ് ചെയ്തു. ഞാൻ കുറച്ച് വർക്ക് ചെയ്യാൻ പോയിരുന്നു, ഫ്രീലാൻസ് ആയിട്ട്, ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അസിസ്റ്റന്റ് ആയിട്ട് പോയിട്ടുണ്ട്. സോ പല രീതിയിലുള്ള ജോബൊക്കെ ചെയ്തിട്ടാണ് ആ ഒരു പീരീഡ് കടന്നു പോയിട്ടില്ല. ബിക്കോസ് ഐ വാണ്ട് ടു എക്സ്പീരിയൻസ് ദാറ്റ് ഓൾസോ. സോ അങ്ങനെ ബിൽഡ് ചെയ്ത് എനിക്ക് കഥകൾ വേണം. ഈച്ച് ഡേ എ ന്യൂ സ്റ്റോറി ഹാപ്പൻസ് ഇൻ അവർ ലൈഫ്. കോളേജ് അതിന് പറ്റിയ സ്ഥലമാണ്. ബിക്കോസ് ഈ സ്റ്റോറി മേക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസം ഒരു പുതിയ കഥയെങ്കിലും ഞാൻ ഉണ്ടാക്കും എൻ്റെ ലൈഫിൽ. സോ അതെങ്ങനെ എൻഹാൻസ് ചെയ്യാന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നെത്തിച്ച് അവനിയിലാണ്. അങ്ങനെ അവനിയിൽ പിന്നെ കുറേ കഥകളുണ്ട്. അങ്ങനെ പിന്നെ ഫസ്റ്റ് വർക്ക്ഷോപ്പ് അവനിയിലായിരുന്നു, ഒഫീഷ്യൽ വർക്ക്ഷോപ്പ്. അത് എൻ്റെ ജൂനിയേഴ്സിന് വേണ്ടിയിട്ട് തന്നെ നടത്തിയതാണ്. അങ്ങനെ കോളേജിൽ ഫസ്റ്റ് ആയിട്ടാണ് ഈ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കൺസെപ്റ്റ് തന്നെ ഞാനാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതിലൊക്കെ പലയിടത്തും നമ്മൾ അങ്ങനെ ഒരു തുടക്കം ഇട്ടിട്ടുണ്ട്. സ്റ്റുഡൻസിന് ഇപ്പോൾ ഒരു കോമൺ പെർസ്പെക്റ്റീവ് ഉണ്ടാവുമല്ലോ, സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കേണ്ടത് എപ്പോഴും ഫാക്കൽറ്റീസ് ആണെന്നുള്ളത്. അതല്ല, സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും ക്ലാസ് എടുക്കണം. അപ്പോൾ നമുക്കൊരു അറിവുണ്ടെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനും കൂടിയുള്ള ഒരു മനസ്സ്. അറിവ് ഷെയർ ചെയ്യുമ്പോഴാണ് ശരിക്കും അറിവ് നമ്മൾ നേടുക. അങ്ങനെയാണത്. അതെ. അങ്ങനെയാണ് എൻ്റെ കഥകൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നൈസ്. ഇപ്പോൾ ക്ലേ ആർട്ട് എന്ന് പറഞ്ഞല്ലോ. ക്ലേ ആർട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്നെ പോലത്തെ അത്ര ക്രിയേറ്റീവ് അല്ലാത്ത വളരെ നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക്, ഓർഡിനറി ആയിട്ടുള്ള ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും ക്ലേ ആർട്ട് എന്ന് പറയുമ്പോൾ ഓർമ്മ വരിക, എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഈ ടോയ് ഷോപ്പിലൊക്കെ കിട്ടും ക്ലേ. നമ്മളിങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കളിക്കുന്ന ഒരു തരം ക്ലേ ആർട്ട് ഉണ്ട്. സോ ദാറ്റ്സ് വാട്ട് കംസ് ടു കുറെ കളറുള്ള, ദാറ്റ്സ് വാട്ട് കംസ് ടു പീപ്പിൾസ് മൈൻഡ് വെൻ വി ഫസ്റ്റ് സേ ദാറ്റ് ക്ലേ ആർട്ട്. അല്ലെങ്കിൽ നമ്മൾ പറയാ ഈ പോട്ടറി ക്ലാസ്സസ് ഉണ്ട്, അതൊക്കെയാണ് ആൾക്കാർ കണക്ട് ചെയ്യുക ഡോട്ട് ബൈ ഡോട്ട് എപ്പോഴും ചില അത്രയും അറിവില്ലാത്ത ആൾക്കാർ. സോ വാട്ട് ഡു യു ഹാവ് ടു സേ അബൌട്ട് ദാറ്റ്? നിങ്ങൾ ചെയ്യുന്ന ഒരു ക്ലേ ആർട്ട്, ഹൗ ഇസ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം ദാറ്റ്? ഈവൻ അത് സോയിലിന്റെ ഡിഫറൻസസ് ഉണ്ടാവും, ഈവൻ യോർ അഭിഷേകിന്റെ പെർസ്പെക്റ്റീവ് ഡിഫറൻസ് ഉണ്ടാവും, അഭിഷേക് ചെയ്യുന്ന പ്രോസസ് ഡിഫറൻസ് ഉണ്ടാവും. സോ ഹൗ ഇസ് ഇറ്റ് ഓൾ ഡിഫറെന്റ്? ഓക്കെ, ബേസിക്കലി പറയുകയാണെങ്കിൽ ഞാൻ ഒരു ടെറാക്കോട്ട ആർട്ടിസ്റ്റ് ആണ്. ഓക്കെ, ടെറാക്കോട്ടയിൽ മാത്രമാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. ആ ഒരു ടൈപ്പ് ഓഫ് സോയിൽ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് കളിമണ്ണ്, പ്യുവർ ഫോം ഓഫ് കളിമണ്ണ്, പാടത്തുനിന്ന് എടുത്ത് നമ്മൾ തന്നെ അരച്ച് ഉണ്ടാക്കുന്ന കളിമണ്ണുണ്ട്, അതിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന സെറാമിക് ഉണ്ട്. ടെറാക്കോട്ട ആൻഡ് സെറാമിക് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. അതൊരു പോയിന്റ് എന്നല്ല, പലരും അത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നുണ്ട്. എല്ലാം സെയിം ആണെന്നുള്ളത്. കളിമണ്ണല്ലേ വൈറ്റ് ക്ലേ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്, പക്ഷെ അതൊരു ക്ലേ അല്ല, ഇറ്റ്സ് എ മിക്സപ്പ് ഓഫ് മിനറൽസ്. ഓക്കെ. അപ്പോ ടെറാക്കോട്ട കംപ്ലീറ്റ്ലി മറ്റേ കളിമണ്ണാണ്. സെറാമിക് എൻറ്റയർലി ഡിഫറെന്റ്, ലൈക്ക് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മിക്സപ്പ് ഓഫ് ക്ലേ, മിക്സപ്പ് ഓഫ് മിനറൽസ് ആണ്. സോ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ അത് ഡിഫറൻസ് പയ്യെ ആൾക്കാർ റിയലൈസ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഇപ്പോഴാണ് ഇതിന് കുറച്ചും കൂടെ എന്താ പറയാ ആൾക്കാരിലേക്ക് എത്തി തുടങ്ങുന്നത്. പോട്ടറി ആണെങ്കിലും ഇപ്പൊ കുറെ പോട്ടറി സ്റ്റുഡിയോ വന്നിട്ടുണ്ട്. കൊച്ചിയിലാണെങ്കിലും കോഴിക്കോടൊക്കെ ആണെങ്കിലും കുറെ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പോട്ടറി വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ ക്ലേ വർക്ക്ഷോപ്പോ അങ്ങനെയൊക്കെ ഉണ്ടോ? ചട്ടി ഉണ്ടാക്കുന്ന പരിപാടിയല്ലേ, ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അതിനൊക്കെ മാറി ഇപ്പോ ഓക്കെ, ഇതിനൊരു വാല്യൂ ഉണ്ട്, ഇത് വെച്ചിട്ട് മണ്ണ് വെച്ചിട്ടും ഒരു ആർട്ട് ഉണ്ടാക്കാം എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. സോ അങ്ങനെയാണ്. നൈസ്. നമ്മളിപ്പോ യൂഷ്വലി ക്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും കൈ കൊണ്ട് ഓരോ രൂപം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയാണല്ലോ അതിന്റെ പരിപാടി. ഈ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ആ രൂപങ്ങളാണോ ശരിക്കും ക്ലേ മോഡലിംഗ്
അഭിഷേകിന്റെ പെർസ്പെക്റ്റീവിൽ അഭിഷേക് ഡിഫൈൻ ചെയ്യുന്നത്? എൻ്റെ പെർസ്പെക്റ്റീവിൽ മണ്ണ് കൊണ്ട് ഒരാൾ മണ്ണിൽ തൊടുന്നതും ഒരു മോഡലിംഗ് ആണ്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഒരു ബോൾ എൻ്റെ അടുത്ത് കൈ കൊണ്ടുവന്ന് വെച്ചിട്ട് പറയാണ്, ഇതൊരു എൻ്റെ ഒരു ലൈഫ് സ്റ്റോറിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ അക്സെപ്റ്റ് ദാറ്റ്. ഐ വിൽ ലിസൺ ടു ദാറ്റ് സ്റ്റോറി ബിക്കോസ് എവറി പേഴ്സൺ ഈസ് ഹാവ് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. ഇപ്പോൾ ഒരാളുടെ കാഴ്ചപ്പാട് നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത് കേൾക്കാനുള്ള മനസ്സെപ്പോഴും ഉണ്ടാവുക. അതല്ലാതെ നമ്മളതിൽ ആർഗ്യുമെന്റ് ചെയ്ത് അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാണ്ടിരിക്കേണ്ട കാര്യമില്ല. ഒരാളുടെ കാഴ്ചപ്പാടാണ് പറയുന്നത്. അവരുടെ ക്രിയേഷനാണ്. ക്രിയേഷനാണ്. അത് അക്സെപ്റ്റ് ചെയ്യുക. അതിപ്പോ ഒരു കുഞ്ഞു കുട്ടി ഉണ്ടാക്കുന്നതാണെങ്കിലും 60 വയസ്സുള്ള ഒരു വലിയൊരു അമ്മമ്മ ഉണ്ടാക്കുന്നതാണെങ്കിലും അത് അവരുടെ കാഴ്ചപ്പാടാ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഒരിക്കലും എൻ്റെ വർക്ക്ഷോപ്പിൽ ഞാൻ ജഡ്ജിങ് വെച്ചിട്ടില്ല. അത് ജഡ്ജിങ് പാടില്ലെന്ന് ഞാൻ തുടക്കത്തിലേ പറയും. അടുത്തിരിക്കുന്നവരെ നോക്കണ്ട, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതായത് സ്വയം നമുക്ക് തന്നെ ഒരു റിമൈൻഡർ നമ്മൾ കൊടുക്കണം. ഹ്യൂമൻ ബീയിങ് മറന്നു പോകുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് ഞാൻ വർക്ക്ഷോപ്പിൽ രാവിലെ പറഞ്ഞല്ലോ. അത് എപ്പോഴും ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ബിക്കോസ് പീപ്പിൾ വാണ്ട് ടു നോ ഓർ അത് മനസ്സിൽ കിടക്കണം. എന്താണ് ഒന്നുകൂടി പറയൂ. ആ 3 കാര്യങ്ങൾ. ആ 3 ചോദ്യം. ഇപ്പൊ നമ്മൾ സോയിൽ ടു സോളിന്റെ ഇപ്പൊ ഞാൻ ലോഗോ ചെയ്തത് ഒരു 3 സർക്കിൾസ് വെറുതെ സ്റ്റാക്ക് ചെയ്തിട്ടാണ്. വെറുതെ സ്റ്റാക്ക് ചെയ്തതല്ല, അത് 3 ചോദ്യങ്ങളെ ഡിഫൈൻ ചെയ്യുന്നതാണ്. അതിലൊന്ന്, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങൾ എവിടെയാണ്. നിങ്ങൾ ആരാണെന്നുള്ള ചോദ്യം മനുഷ്യനാണെന്നുള്ളൊരു ഉത്തരമാണ് പൊതുവെ വരാറ്. പക്ഷെ അതിനപ്പുറം ഒരു ഉത്തരമുണ്ട്. That's what when we discuss the layers. അത് അവരവർക്ക് വേണ്ടിയിട്ട് ഒരു റിമൈൻഡർ കൊടുക്കുക. പിന്നെ ഉള്ളത് എന്താണ്, നിങ്ങൾ എന്താണ്, നിങ്ങളിപ്പോ എന്താണ്. അതൊരു വലിയ ചോദ്യമാണ്. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ അവിടെ ചോദിക്കുന്നത്. പിന്നെ നിങ്ങൾ എവിടെയാണ്. ഭൂമിയിലാണെന്നുള്ളത് ഔട്ടർ ലെയറാ. അത് പക്ഷെ അത് ഏറ്റവും ലാസ്റ്റ് പറയുള്ളൂ. നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോ എൻ്റെ ഓഫീസിലാണ്. ആ ഒരു ഇത് പറയുന്നുള്ളൂ. ഇൻഡെപ്ത് ആയിട്ട് പോകണം. അത് ഗ്രാജുവലി, അതൊരു വർക്ക്ഷോപ്പിന്റെ ഒരു ഓരോ സെഷൻ കഴിയുന്തോറും ആൾക്കാർ അത് പറയാതെ പറയുകയും ചെയ്യാതെ ചെയ്യുകയും അറിയാതെ അറിയുകയും ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടല്ല ഈ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. അത് അവരറിയാതെ അവരുടെ ഉള്ളിൽ കയറി ഓക്കെ ഇതാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, തിരിച്ചിറങ്ങുക. ഇതാണ് എൻ്റെ കടമയായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെയാണ് ഈ കഥ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ലൈക്ക് ഇറ്റ്സ് വെരി ഇൻസ്പയറിംഗ്. ബിക്കോസ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ കുട്ടി ഫ്രോക്സ് ഉണ്ടാക്കിയതാണ്. ബട്ട് ഈവൻ നമ്മളിപ്പോൾ ഡെയിലി ഇവരെല്ലാരും ഈ മക്കളെല്ലാരും കാണുന്നതാണ്. പക്ഷെ ഇവർക്ക് ഇങ്ങനൊരു സൈഡ് ഐ ഫീൽ ലൈക്ക് യു ബ്രോട്ട് ഔട്ട് ദാറ്റ് സൈഡ് ലൈക്ക് ഇൻ ദം. അത് പുറത്തേക്ക് കൊണ്ടുവന്നു. ബിക്കോസ് നമ്മൾ ഡെയിലി കാണുന്നോണ്ട് വി ഒബ്സർവ് ലോട്ട് ഓഫ് തിങ്സ്. നമ്മൾ അവർക്ക് എന്തെങ്കിലും അവർ ആസ് ലൈക്ക് മെന്റേഴ്സ് അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ, ആസ് മെന്റേഴ്സ് വി ആക്ച്വലി ഗൈഡ് ദം. അല്ലെങ്കിൽ അവരിപ്പോ ഏതെങ്കിലും റോങ് പാത്ത് റൂട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ അവരെ ഗൈഡ് ചെയ്യും. പക്ഷെ ഓരോ ആൾക്കാർ ഇപ്പൊ ഇവിടെ പല ലെക്ചറേഴ്സ് വരാറുണ്ട്. ഈവൻ നമ്മൾ ഇവിടുത്തെ മെന്റേഴ്സ്, ഓരോ ആൾക്കാർ പലതും ഓരോ സ്റ്റുഡൻറ്റിൽ നിന്ന് കൊണ്ടുവരും. സോ ദിസ് ഈസ് ആക്ച്വലി എ വെരി ന്യൂ ലെയർ that came out of them. ശരിക്കും പറയുകയാണെങ്കിൽ ഈവൻ എനിക്ക് അതും അഭിഷേകിനോട് ചോദിക്കണമെന്നുണ്ട്. ഇപ്പൊ അഭിഷേക് പല ക്ലേ മോഡൽസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, പല രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് എവിടെന്നെങ്കിലും ഏതെങ്കിലും ഒരു മോഡൽ ഡു യു തിങ്ക് ലൈക്ക് യു ഹാവ് ഏതെങ്കിലും ഇൻസിഡന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് കാര്യത്തിന് ഇൻസ്പയർ ആയിട്ട് ഏതെങ്കിലും ഒരു കാര്യം മോഡലിംഗ് ചെയ്തിട്ടുണ്ടോ? ഓഫ് കോഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ അപ്പം തന്നെ പൊളിച്ചളയും. ഞാൻ അങ്ങനെ അത് വെച്ചുകൊണ്ടിരിക്കാറില്ല. സോ എനിക്കത് ഡോക്യുമെന്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കാരണം അത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതാ. എനിക്ക് വേണ്ടി പേഴ്സണലി ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് അങ്ങനെ പുറത്തധികം റിവീൽ ചെയ്യേണ്ടെന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് എനിക്ക് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. പണ്ട് ഞാൻ കുറച്ച് വയ്ക്കുമായിരുന്നു, പിന്നെ പൊട്ടിപ്പൊളിഞ്ഞു പോകും, സൂക്ഷിക്കാനൊന്നും സ്ഥലമില്ലല്ലോ, അപ്പോൾ അത് അങ്ങനെ പോകും. എവിടെയും ഇതുവരെ ഉണ്ടാക്കിയത് അങ്ങനെ ഞാൻ റിവീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ പറയുന്ന പോലെ വർക്ക്ഷോപ്പിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അതേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും എൻ്റെ ആർട്ട് ഞാൻ ചെയ്യുന്നില്ല എന്നല്ല, ഞാൻ ചെയ്യുന്നുണ്ട്. പയ്യെ പുറത്തേക്ക് റിവീൽ ചെയ്ത് കൊടുക്കണം ഇനി. പിന്നെ വെറുതെ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതിന് പിന്നിൽ കുറെ കഥകളുണ്ട്. അപ്പോൾ കഥകളെല്ലാം എനിക്ക് ശില്പങ്ങളാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ എനിക്ക് സമയം വേണം. ഇപ്പോഴത്തെ ഈ അക്കാഡമിക്സും കാര്യങ്ങളൊക്കെ കൊണ്ട് അതത്ര സമയം കിട്ടുന്നില്ല. എന്തായാലും ഉടനെ പ്രതീക്ഷിക്കാം. We are also hoping for that.
ഇപ്പൊ അഭിഷേകിന് സത്യം പറഞ്ഞാൽ ഇപ്പൊ ആർക്കിടെക്ട് സ്റ്റുഡന്റ് ആണ്, ക്ലേ ആർട്ടിസ്റ്റ് ആണ്. സോ ഇനി അങ്ങോട്ട് വുഡ് യു വോണ്ട് ടു ബി നോൺ ആസ് ആർക്കിടെക്ട് ആണോ അതോ ക്ലേ ആർട്ടിസ്റ്റ് ആണോ? രണ്ടും വേണം. രണ്ടും ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം ക്ലേയും വേണം. എനിക്ക് എന്തായാലും മണ്ണ് വിട്ട് കളിക്കാൻ പറ്റില്ല. സോ ഐ ട്രൈ ടു റിസർച്ച് ഇൻ ദാറ്റ്. മണ്ണിനോട് അത്രയും അറ്റാച്ച്ഡ് ആണ്. അത്രയും അറ്റാച്ച്മെന്റ് ഉണ്ട്. അറ്റാച്ച്മെന്റ് മാത്രമല്ല, വാശിയാണ്. വാശി ഇൻ ദ സെൻസ് ഓഫ് മണ്ണ് കാരണം ഞാൻ കൈൻഡ് ഓഫ് എന്താ പറയാ, തഴയപ്പെട്ടിട്ടുണ്ട്. ചെളിയല്ലേ, മണ്ണല്ലേ, ആ ഒരു കൈൻഡ് ഓഫ് തോട്ട് ഇഷ്ടം പോലെ ഫേസ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു എന്താ പറയാ, അതൊരു ഒരു അണ്ടർ വാല്യൂ ചെയ്യണ അതെ, പോലത്തെ ഒരു അണ്ടർറേറ്റഡ് ആണ്. ഇതിന്റെ അത്രയും വാല്യൂ ആരും കൊടുക്കുന്നില്ല, മൂല്യങ്ങളില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ മൂല്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ അത് വാശിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യരോട് മൊത്തത്തിലുള്ള ഒരു വാശിയാണെങ്കിൽ വേണമെങ്കിൽ പറയാം. കാരണം പലരും അത് അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. മണ്ണാണ്, ഓക്കെ, അത് മണ്ണല്ലേ. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് പ്രോപ്പർ അറിയില്ല. നമുക്കൊരു ചൊല്ല് പറയാം, നമ്മള് മണ്ണുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്, മണ്ണിലോട്ട് തന്നെയാണ് അവസാനം അതെ, മണ്ണിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ മണ്ണ് എന്ന് പറയുന്നത് ആക്ച്വലി വൺ ഓഫ് ദി എലിമെന്റ് ലൈക്ക് വിച്ച് വാസ് യൂസ്ഡ്. ഇപ്പോൾ ചിലവർക്ക് ഇറ്റ് ഇസ് യൂണിവേഴ്സ്, പലർക്കും പല രീതിയിലാണ് ദേ ആർ ഡിഫൈനിങ് ഗോഡ്. സോ സോയിൽ വാസ് എ വെരി പ്രൈമറി എലിമെന്റ് വിച്ച് ഹാസ് ബീൻ യൂസ്ഡ് ടു ക്രിയേറ്റ് ഹ്യൂമൻസ്. അതിനുശേഷം എൻഡ് ഓഫ് ലൈഫ് സ്പാൻ വരുമ്പോൾ നമ്മൾ മണ്ണിലോട്ട് തന്നെയാണ് പോകുന്നത്. സോ ആ ജേർണി എല്ലാവരും മറക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആക്ച്വലി എനിക്ക് റിമൈൻഡർ ആയിട്ട് പറയാനാ താല്പര്യം. ഇപ്പൊ ഞാൻ വർക്ക്ഷോപ്പിൽ വരുന്ന സമയത്ത് എല്ലാവരോടും റിമൈൻഡർ എന്നുള്ള രീതി തന്നെയാണ് പറഞ്ഞു പോകുന്നത്. ഇറ്റ്സ് എ റിമൈൻഡർ, ഹ്യൂമൻ റിമൈൻഡർ. ട്രൈ ടു ബി എ ഹ്യൂമൻ. ട്രൈ ടു ബി എ ഹ്യൂമൻ. അത് ഹ്യൂമൻ ബീയിങ് ആയിരിക്കണം. എല്ലാ എക്സ്പ്രഷനുകളും വേണം, എല്ലാ ഇമോഷൻസും വേണം. പക്ഷെ ഹ്യൂമൻ ആണെന്നുള്ളത് മറക്കരുത്. ബാക്കിയുള്ള ജീവജാലങ്ങളും പ്രകൃതിയും ഭൂമിയും എല്ലാം ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. അത് കുറെ മറന്നു ഉണ്ട്. കുറെ നമ്മളെല്ലാരും അത് കാലം എന്താ പറയാ, ഓരോ ജനറേഷൻ കഴിയും തോറും നമ്മൾ വളരെ മോഡേണൈസിങ് കൂടുന്നു, വളരെ urbanization കൂടുന്നു. അതങ്ങനെ അത് റാപ്പിഡ്ലി കൂടുന്നു. ഒരു സ്ലോ പേസും കൂടി അല്ല, വെരി റാപ്പിഡ്ലി സ്പ്രെഡിങ് ഔട്ട്. സോ പല ആൾക്കാരും ഈ എൻവയൺമെന്റൽ അല്ലെങ്കിൽ ഈ കാര്യം, ബട്ട് ഐ ഫീൽ ലൈക്ക് ഇപ്പോഴത്തെ എന്നാലും there is a percentage of people who always wants to go back to that nature or wants to live in it. ട്രഡീഷണലി ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പോ ഇതിന് ഇപ്പോഴും സാധ്യതകളുണ്ട്. സാധ്യതകൾ മാത്രമല്ല, ഇതൊരിക്കലും നശിച്ചു പോവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റി തന്നെ ആണെങ്കിലും എൻ്റെ ജനറേഷനിലുള്ള ആരും തന്നെ ഇപ്പോൾ ഇത് ചെയ്യുന്നില്ല. അപ്പൊ അതും എനിക്കൊരു വാശിയാണ്. ഇത് മണ്ണുകൊണ്ട് തന്നെ വേണം എൻ്റെ കരിയർ ബിൽഡ് ചെയ്തെടുക്കാനെന്നുള്ളൊരു വാശി എനിക്കുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണ്ണ് കൊണ്ട് തഴയപ്പെട്ടവനാണ്. അപ്പൊ അതുകൊണ്ട് മണ്ണുകൊണ്ട് തന്നെ എനിക്ക് കാണിച്ചു കൊടുക്കണം മണ്ണ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഇപ്പോ അഭിഷേക് പറഞ്ഞല്ലോ, രണ്ടും ആർക്കിടെക്റ്റും ക്ലേ ആർട്ടിസ്റ്റ് ആയിട്ടും എനിക്കിത് രണ്ടും കൊണ്ടുപോകണം എന്നുള്ളത്. ഇപ്പോൾ ലെറ്റ്സ് പിക്ക് ബീങ് എ ക്ലേ ആർട്ടിസ്റ്റ്. ഇപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് കുറേ മിക്സ്ഡ് ഒപ്പീനിയൻസ് ഉണ്ടാവും, ഇതെന്തിനാ ചെയ്യണേ. ബിക്കോസ് എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മളൊരു കാര്യത്തിന് പുറപ്പെടുമ്പോൾ എപ്പോഴും ഒരു നമ്മളെ പിടിച്ച് പിന്നിലോട്ട് വലിക്കുന്ന എപ്പോഴും ഒരു ഫാക്ടർ എല്ലാ പ്രൊഫഷനിലും ഉണ്ടാവും. സ്പെഷ്യലി ക്രിയേറ്റീവ് ഫീൽഡ് ആണെങ്കിൽ അതിന്റെ പ്രഷർ കൂടും. ബിക്കോസ് നമുക്ക് എപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ എപ്പോഴും കൺവെൻഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് ബി എ ഡോക്ടർ, ബി എൻ എഞ്ചിനീയർ ഓർ വർക്ക് ഇൻ ടെക് കമ്പനി ഓർ MNC കമ്പനി, അങ്ങനെയാണല്ലോ. പക്ഷെ ഇപ്പൊ കുറേയൊക്കെ മാറി വരുന്നുണ്ട്, പക്ഷെ എന്നാലും ഉണ്ട്. അപ്പോ ഈ പ്രൊഫഷൻ ആക്കി കൊണ്ടുപോകുമ്പോൾ what do you think, എന്താണ് സൊസൈറ്റിയിൽ നിന്ന് ലൈക്ക് ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ള വെല്ലുവിളികൾ? വെല്ലുവിളി ഞാൻ പറഞ്ഞില്ലേ, ആദ്യമേ പറഞ്ഞ കാര്യം, മണ്ണാണെന്നുള്ള ഒരു പുച്ഛ മനോഭാവമുണ്ട്. പുച്ഛാണ്, അയ്യോ, പുച്ഛം എന്നൊക്കെ പറഞ്ഞ അൾട്ടിമേറ്റ് പുച്ഛമായിരുന്നു തുടക്കത്തിലൊക്കെ. മണ്ണല്ലേ, ആ കൈൻഡ് ഓഫ് ഇതുണ്ട്. പക്ഷെ ഇപ്പോ ഗ്രാജുവലി ഞാൻ തന്നെ അത് മാറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ പ്രൊഫഷൻ ആക്കിയിട്ട് ഇപ്പോ അഭിഷേകിനെ പോലെ തന്നെ ചിലപ്പോ നമ്മളൊന്ന് തപ്പി ഇറങ്ങിയാൽ കുറെ ആൾക്കാർ ഇതിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവരൊക്കെ ഇത് പ്രൊഫഷൻ ആക്കി എടുക്കുമ്പോൾ എന്താണ് ഈ ലൈക്ക് ഇപ്പൊ ഈ ഗവൺമെന്റ് ഒക്കെ ലൈക്ക് എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദാറ്റ്? ആ ഏരിയയിൽ പോകുമ്പോൾ വാട്ട് ഡു യു ഹാവ് ടു സേ? ആക്ച്വലി കുറെ അധികം ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ സ്കീമുകളുണ്ട് ഈ പറയുന്ന രീതിയിൽ ഇത് എൻഹാൻസ് ചെയ്യാനായിട്ട്. പക്ഷെ ആരും അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുണ്ട്, പക്ഷെ അത് അൺനോൺ ആണ്. അതും ഈ പറഞ്ഞ ഇറ്റ്സ് ഓൾസോ നോട്ട് വെരി സ്ട്രക്ചേർഡ് ആസ് വെൽ.
നോട്ട് സ്ട്രക്ചർ. പിന്നെ മാത്രമല്ല ഇത് കുറെ നൂലാമാലകളുണ്ട്, ഉണ്ടല്ലേ? അതുണ്ട്. പിന്നെന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഇപ്പൊ ഈ പോട്ടറി കമ്മ്യൂണിറ്റി ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് നേരിടുന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാക്ക് ഓഫ് സോയിലാണ്. ഈ പറയുന്ന പ്രോപ്പർ ക്ലേ നമുക്ക് കിട്ടുന്നത് നമ്മൾ പുറത്ത് അതർ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് വരുന്നതാണ്. ഒരിക്കലും ഇപ്പോൾ കേരള ഗവൺമെന്റ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ പെർമിഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇല്ലീഗലാണ്. ഏത് പാടത്തുനിന്ന് കളിമണ്ണ് എടുക്കുന്നത് ഇല്ലീഗലാണ് നാട്ടില്, കേരളത്തില്. കേരളത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്ത് പോയിട്ട് നമ്മൾ എടുത്തിട്ട് വരണം. അപ്പൊ അതിന്റെ ചെലവ് നമുക്കറിയാലോ. ഇപ്പോൾ ചെറുകിട വ്യവസായം ചെയ്യുന്ന അല്ലെങ്കിൽ ചെറിയ വീടുകളിലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മണ്ണ് കിട്ടാനായിട്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒരു കളക്റ്റീവായിട്ട് ഒരു സൊസൈറ്റി ഉണ്ടാവും. ആ സൊസൈറ്റി ഒരു പർട്ടിക്കുലർ ഇന്റർവെല്ലിൽ നിങ്ങൾക്ക് ഇങ്ങനെ ലൈക്ക് ഇപ്പൊ എല്ലാ പ്രൊഫഷനും വരുമ്പോ ഒരു അസോസിയേഷൻ, അതിന് ഗവൺമെന്റ് സപ്പോർട്ട്, മോണിറ്ററി സപ്പോർട്ട് ഉള്ളതുണ്ട്. ഇപ്പൊ ഈ നമ്മുടെ പോട്ടറി കമ്മ്യൂണിറ്റി തന്നെ 2-3 സംഘടനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഐ എം നോട്ട് ബിലോങ്ങിങ് ടു എനി ഓഫ് ദാറ്റ്. താല്പര്യമില്ല. അത് എൻറ്റയർലി വേറൊരു ലീഗാണ്. നമുക്ക് പറ്റുന്നതല്ല. നമ്മുടെ പെർസ്പെക്റ്റീവായിട്ട് ഒത്തുപോകുന്ന ആൾക്കാരല്ല. അത് ഈ പറഞ്ഞ പോലെ മെയിനായിട്ട് ആനുകൂല്യങ്ങൾ മാത്രം മുൻനിർത്തി ഫോക്കസ് ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവരൊരിക്കലും ഈ കലയെ ഒന്ന് പൊക്കിയെടുത്തോണ്ട് വരിക അല്ലെങ്കിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഇത് ചെയ്യുന്ന ആൾക്കാർ തന്നെ ഇതിന്റെ മെയിൻ ഡിമോട്ടിവേറ്റേഴ്സ്. അതാണ് ഏറ്റവും വലിയ കോമഡി. ഡീഗ്രേഡ് ചെയ്യുന്നത് സ്വന്തം ഫാമിലി തന്നെയായിരിക്കും. കാരണം അവർ പറയുന്നത് ഇതുകൊണ്ട് എന്ത് കിട്ടാനാ, മണ്ണല്ലേ, നീ വേറെ വല്ല പണിക്കും പോവും. ആ ഒരു ടോണിൽ തന്നെയാണ് ഓൾമോസ്റ്റ് ഒരു 90% ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ പിന്നെ വാശി വരാതിരിക്കുവോ? അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുക്കണം എന്നുള്ള രീതിയിൽ പോകുന്നത്. ഇപ്പൊ അഭിഷേക് ഇപ്പോ കുറെ മോഡൽസ് കാര്യങ്ങളൊക്കെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിലൊക്കെ അഭിഷേകിന്റെ ഒരു ലൈൻ ഓഫ് തോട്ട് എന്താണ്? ഇപ്പോ നമുക്കാർക്കും എസ്പെഷ്യലി ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പൊ കാലത്ത് എണീറ്റിട്ട് എന്നാ ഇത് ചെയ്യാം, അങ്ങനെ ഒരിക്കലും പറ്റില്ല ഈ പ്രോസസ്സ്. നമ്മള് ഒരിക്കലും ഇപ്പോ വേറൊരു ജോബ് ചെയ്യണ പോലെയല്ല ക്രിയേറ്റീവുള്ള ആൾക്കാർക്ക്. അപ്പോ ഈ ക്ലേ ആർട്ട് ചെയ്യുമ്പോ എങ്ങനെയാണ് ഇപ്പോ വിചാരിക്കണേ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ക്ലേ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡു യു ഹാവ് എൻ എക്സാക്ട് വിഷൻ, അല്ലെങ്കിൽ ഒരു രൂപം മനസ്സിൽ കണ്ടിട്ട് തന്നെയാണോ സ്റ്റാർട്ട് ചെയ്യുക, ഓർ അത് ഇവോൾവ് ചെയ്യുമ്പോൾ അങ്ങനെ ഗോ വിത്ത് ദ ഫ്ലോ ആയിട്ട് പിന്നെ ഇവൻച്വലി അത് ഇറ്റ് കംസ് ടു എ റൈറ്റ് പ്ലേസ് എന്നുള്ള ഒരു 50-50% അതിൽ വെക്കാം. കാരണം 50% ഞാൻ ഗോ വിത്ത് ദ ഫ്ലോയാ. ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ഗോ വിത്ത് ദ ഫ്ലോയാ. അതിനുശേഷം ആ ഒരു മൂഡിൽ, ആ ഒരു ലൈൻ ഓഫ് തോട്ടിൽ അങ്ങനെ പോകും. ഇപ്പൊ എനിക്ക് ഇപ്പൊ തോന്നുന്നത് എന്താണ്, ഇപ്പൊ ഒരു മണ്ണ് വന്നു, ഓക്കെ, കയ്യിൽ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്ത് എവല്യൂഷൻ ചെയ്ത് സംഭവിച്ച ഒരു സാധനം വന്നു, ഓക്കെ. അതല്ലാതെ ഇന്റൻഷനോട് കൂടി ചെയ്യുന്നതുണ്ട്. അതൊരു 50% നമ്മൾ ഓക്കെ മനസ്സിൽ കാണും, ഓക്കെ, ആ രീതിയിൽ പോയാൽ മതി, അല്ലെങ്കിൽ ആ ഒരു ട്രാക്കാണ് നല്ലത്. പക്ഷെ പിന്നെ ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, എപ്പോഴും ഞാൻ ചെയ്യുന്നത് ഇംപെർഫെക്റ്റ് ആയിരിക്കും. ഞാൻ അത് ആക്കുന്നതാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ബി പെർഫെക്റ്റ്, ബിക്കോസ് ആരും പെർഫെക്റ്റ് അല്ല. സോ എന്റെ ആർട്ടും പെർഫെക്റ്റ് അല്ല. ഐ തിങ്ക് ദർ ഈസ് ബ്യൂട്ടി ഇൻ ഇംപെർഫെക്ഷൻ. ഓഫ് കോഴ്സ്. ബിക്കോസ് ഐ ഡോണ്ട്, ഓണസ്റ്റ്ലി ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ ആണ്, ഞാൻ എൻ്റെ ടീമിനോടൊക്കെ ഇവിടെ റിപ്പീറ്റഡ്ലി പറയുന്ന ഒരു കാര്യമാണ്, ഐ നെവർ ബിലീവ് ഇൻ പെർഫെക്ഷൻ. ബിക്കോസ് അങ്ങനെ ഒരു സാധനം ഇല്ല. ഐ ഡോണ്ട് തിങ്ക് ഏതെങ്കിലും ഒരാള് ഇപ്പൊ ഇന്ന് സക്സസ്ഫുൾ ആയിട്ട് ഇന്ന് ലോകത്ത് നിൽക്കുന്ന ആളാണെങ്കിലും സക്സസിലോട്ട് എന്താ പറയാ ആ ഒരു ഹാർഡ് വർക്ക് ചെയ്ത് സക്സസിലോട്ട് എത്തുന്ന ഒരാളാണെങ്കിലും ഒരു കരിയർ സ്റ്റെപ്പ് ഇൻ ചെയ്ത് തുടങ്ങുന്ന ഒരു ബിഗിനർ ആണെങ്കിലും നോബഡി ഈസ് പെർഫെക്റ്റ്. ഒരാളും സക്സസ് ആയിട്ട് നിൽക്കുന്ന ഒരാളോട് നമ്മളിപ്പോൾ ഇരുന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും പറയാൻ പോകുന്ന ഒരു കാര്യം പ്രോബബ്ലി ദാറ്റ് ദേ ഡോണ്ട് ബിലീവ് ഇൻ പെർഫെക്ഷൻ എന്നുള്ളതാണ്. പെർഫെക്ഷൻ നോ, ലൈക്ക് ഇംപെർഫെക്ഷൻ ആണ്. അതെ, ഇപ്പോൾ പല കാര്യത്തിലും ഞാൻ ഇംപെർഫെക്റ്റ് ആണ്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ചെറുപ്പം തൊട്ട് ഇംപെർഫെക്ഷൻ എൻ്റെ കൂടെ തന്നെയുണ്ട്. അപ്പൊ പിന്നെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്തിനാപ്പോ, ഓക്കെ ഉള്ളതാണല്ലോ, അപ്പൊ അതിനെ തന്നെ അങ്ങ് പിടിക്കാം. പെർഫെക്റ്റ് ആക്കാൻ നോക്കണ്ട, കാരണം പെർഫെക്റ്റ് ആക്കാനായിട്ട് ഉള്ള സറൗണ്ടിങ്സ് ആണ് നമുക്ക് ചുറ്റുമുള്ളത്. കാരണം എല്ലാ സമൂഹം പെർഫെക്റ്റ് കാര്യങ്ങൾ മാത്രം ചെയ്യുക, അതിനെ മാത്രം ഫോക്കസ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു സൗണ്ട്സ് ആണ് നമ്മളുടെ ചുറ്റും എക്കോ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പെർഫെക്റ്റ് ആവുക, അല്ലെങ്കിൽ ആ രീതിയിൽ ചെയ്യുക, ഈ രീതിയിൽ ചെയ്യുക, ഗൈഡ് ചെയ്യുക. ഐ ഡോണ്ട് വാണ്ട്. പക്ഷെ അങ്ങനെ ആൾക്കാർ പറഞ്ഞാലും ഈ പറയുന്ന ആൾക്കാരും കേൾക്കുന്ന ആൾക്കാരാണെങ്കിലും നോബഡി ഈസ് പെർഫെക്റ്റ്. അങ്ങനെയുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അത് വെറും എന്താ പ്രശ്നം എന്ന് വെച്ചാല് എല്ലാ മനുഷ്യന്മാരുടെ മനസ്സിലുള്ള ഒരു നോഷൻ മാത്രമാണ് ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. ആരും ഇപ്പൊ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോ എത്ര വലിയ എക്സ്പീരിയൻസ്ഡ് ആളാണെങ്കിലും അവിടെ ഒരു ചെറിയൊരു ഫ്ലോ ഉണ്ടാവും. ആ ഫ്ലോയിൽ ഒരു ഭംഗി ഉണ്ടാവും. പിന്നെ ഇതെല്ലാം ഹ്യൂമൻ മെയ്ഡ് സിസ്റ്റം അല്ലേ? അതെ.
ബേസിക് കാര്യം അതല്ലേ. സോ ഹ്യൂമൻ ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഇതാണ് ശരി, ഇതാണ് ഇതാണ് തെറ്റ്, തെറ്റ് എന്നുള്ളത്. അല്ലെങ്കിൽ ഇതാണ് പെർഫെക്റ്റ്, ഇതാണ് ഇംപെർഫെക്ഷൻ. ചിലപ്പോ വേറെ ആണെങ്കിലോ? അതെ. അങ്ങനെ ചിന്തിച്ചു എന്റെ ശരിയും തെറ്റും ആയിരിക്കില്ലല്ലോ വേറൊരാളുടെ. വേറൊരാളുടെ. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ വർക്ക്സും ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണെങ്കിലും ഇംപെർഫെക്റ്റാ. ഞാൻ പൂർണ്ണതയിൽ എത്തിക്കാൻ ഞാൻ പറയില്ല. എന്തെങ്കിലും ഒരു ഇംപെർഫെക്ഷൻ ഇല്ലാണ്ട് വേണ്ട. അത് വാശിയായി. എല്ലാ കാര്യത്തിനും ഒരു Imperfect വാശി. ആവാൻ ഒരു വാശിയില്ല. വാശിയുണ്ട്. എല്ലാ കാര്യത്തിനും ഒരു വാശി വേണം. എല്ലാരും എപ്പോഴും എന്ത് കാര്യം തുടങ്ങുമ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആവണം എന്ന് പറഞ്ഞിട്ടാണ് വാശിയുള്ളത്. പക്ഷെ ഇംപെർഫെക്റ്റ് ആവാനും ഒരു വാശി വാശി വേണം എന്ന് വേണം. പറയുന്നത് ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് യെസ്. തോട്ട്. അപ്പോ ഈ ഇങ്ങനത്തെ എന്താ പറയാ, ഈ ക്ലേ മോഡലിംഗ് ചെയ്യുമ്പോ ഉം. ചെയ്ത് വരുമ്പോൾ ഒരു സ്ഥലത്ത് എത്തൂലോ. അതൊരു ക്രിയേറ്റീവ് പ്രോസസ്സാണ് അഭിഷേകിന്റെ. ഈ ക്രിയേറ്റീവ് പ്രോസസ്സിൽ എപ്പോഴെങ്കിലും ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് വരാറുണ്ട്? ഇഷ്ടം പോലെ. ഡെയിലി വരും. അതെങ്ങനെയാണ് ഓവർകം ചെയ്യുക? ഓവർകം ചെയ്യാനായിട്ട് വേറൊന്നുമില്ല. ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ ബ്ലോക്ക് വന്നാലും ഞാൻ നിർത്തില്ല. ഓക്കെ, ഒരു പീസ് ഓഫ് ക്ലേ എടുത്ത് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പീസ് ഓഫ് ക്ലേ എടുത്ത് ഓക്കെ കയ്യിലിട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അത് ആ ഫ്ലോയിൽ പോണം. ഫ്ലോ ഉണ്ടെങ്കിലേ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തുള്ളൂ. നമ്മൾ ബ്ലോക്ക് അല്ലെങ്കിൽ ബ്രേക്ക് വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കുള്ളൂ, മുന്നോട്ട് പോയില്ല. മുന്നോട്ട് പോകണമെങ്കിൽ എന്താ, ഫ്ലോ വേണം. കാരണം എപ്പോഴും ഞാൻ ക്രിയേറ്റീവ് ആൾക്കാരുടെ അതെ, റിപ്പീറ്റഡ്ലി റിപ്പീറ്റഡ്ലി കേൾക്കുന്ന മാത്രമല്ല എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂ ആണ് ഈ പറയുന്ന ആർട്ട് ബ്രേക്ക്, ആർട്ട് ബ്ലോക്ക്. പിന്നെ ഒരു കാര്യത്തിൽ ഞാൻ അങ്ങനെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നില്ല ഇപ്പോൾ. മുന്നേ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു കുറേ സിറ്റുവേഷനിൽ. പിന്നെ ഞാനത് എന്നെ തന്നെ റുട്ടീൻ ചെയ്തു. ഇത് നിന്നിട്ട് കാര്യമൊന്നുമില്ല, ഒരാൾ പുഷ് ചെയ്ത് തരില്ല. യു ഹാവ് ടു മൂവ്. നമ്മൾ നടന്നാൽ നമ്മൾ എത്തും, എത്തേണ്ടടുത്ത് എത്തും. അത് നമ്മൾ തന്നെ നടക്കണം. നമ്മളുടെ കാല് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് ഒന്ന് ആഞ്ഞാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ പുഷ് ചെയ്യാനായിട്ട് ആരും ദാറ്റ് ഇസ് വാട്ട് ഇന്നത്തെ എല്ലാരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദാറ്റ് നമ്മളെ പുഷ് ചെയ്യാൻ ഒരാൾ വരും. അതെ, പക്ഷെ അങ്ങനെ നമ്മൾ വെയിറ്റ് ഇല്ല. ചെയ്യുമ്പോൾ we will get stuck at some point. വെയിറ്റ് ചെയ്യുന്ന മാത്രമല്ല, വെയിറ്റ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതെ. ഒരു പോയിന്റ് ഇപ്പൊ ഞാനും വെയിറ്റ് ചെയ്തിട്ടുണ്ട് കുറെ, പുഷ് കിട്ടട്ടെ അല്ലെങ്കിൽ ഒരു സമയം വരട്ടെ. ഒന്നുമില്ല, എനിക്ക് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഇന്ന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളെ ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ കാര്യം ഇന്ന്, അപ്പളത്തെ കാര്യം അപ്പേ. ആ ഒരു ടാഗ് വച്ചോ, എന്നാലേ കാര്യമുള്ളൂ. കാരണം ഇപ്പൊ ചെയ്യേണ്ടത് നമ്മൾ ഇപ്പൊ തന്നെ ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ നാളത്തേക്ക് പിന്നെയും ഇപ്പൊ പണ്ടത്തെ പഴഞ്ചൊല്ലും അല്ല നാളെ നാളെ നീളെ നീളെ, അത് കാര്യമില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തോ നമുക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ ചെയ്യുക. എവിടെയും സ്റ്റക്ക് ആവാണ്ട് you just move on. അതായത് ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് മെയിൻലി ഉള്ളൊരു കാര്യം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. ആ ഒരു പെർസ്പെക്റ്റീവ് എപ്പോഴും മൈൻഡിൽ വയ്ക്കുക, ആ ഒരു തോട്ടും വയ്ക്കുക. നമുക്ക് ചെയ്യേണ്ടത് നമ്മളെ ചെയ്യണ്ടേ, അല്ലാതെ വേറൊരാളും ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമ്മളുടെ എക്സ്പീരിയൻസും നമ്മളുടെ സ്റ്റോറീസും നമ്മളുടെ മാത്രമാവണം. നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരാളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുക, നമ്മളൊരു വിഷമം പറഞ്ഞു, അപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ എനിക്ക് മനസ്സിലായി എന്ന് പറയുന്ന സമയത്ത് ആ ഒരു പേഴ്സൺ ഈ ഒരു സിമിലർ സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയോ അല്ലെങ്കിൽ ഒരു 70% എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന ആള് എന്താണ് പറയുന്നതെന്ന് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവുള്ളൂ. ഇല്ലാത്ത പക്ഷം അത് കേട്ടിരിക്കല, മനസ്സിലാക്കലല്ല. യൂസിങ് ദ ടേം വൈസ്ലി. എല്ലാവരും മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. എന്താ മനസ്സിലായി? ആർക്കും മനസ്സിലായിട്ടല്ല, കേൾക്കുന്നുണ്ട് എല്ലാവരും. ആ മൊമെന്റിൽ കേട്ടിരിക്കുകയാണ്. മനസ്സിലാക്കുന്നവർ വളരെ റയറാണ്. Be it a loss, be it anything, മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ once you have to go through it, then you can understand. ഓഫ് കോഴ്സ് അത് ഇപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ അങ്ങനത്തെ കൈൻഡ് ഓഫ് സ്റ്റോറീസ് ആണ് എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന സമയത്ത് ഓക്കെ ഇതാണ് കാര്യം, ഐ എം നോട്ട് ജഡ്ജിങ്. എനിക്ക് ജഡ്ജ് ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് ആര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കേട്ടിരുന്നിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. എത്ര പേര് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു കാര്യം പറയുമ്പോൾ? കേട്ടിരിക്കുകയാണ്, കേട്ടിട്ട് ഓക്കെ സാരമില്ല പോട്ടെ ഇതല്ലേ ആദ്യമേ പറയുക. അതല്ല, ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. വേണ്ട, സാരമില്ല പോട്ടെ, വേണ്ട, അത് യൂഷ്വൽ ടൈം, അത് വേണ്ട, വിട്ടുകള, പോട്ടെ, അടുത്തെന്താ, കഴിഞ്ഞു. നമ്മളവിടെ സ്റ്റക്കായിട്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ. മൂവ് ഓൺ നമ്മൾ തന്നെ ചെയ്യണം. അത് നേരത്തെ പറഞ്ഞ പോലെ മുന്നോട്ട് നമ്മളൊന്ന് ആഞ്ഞാൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോവുള്ളൂ. അതെ. അഭിഷേകിന്റെ ഇപ്പൊ ഇന്ന് നടത്തിയ ഒരു വർക്ക്ഷോപ്പിൽ ഒരു നോർമൽ ക്ലേ മോഡലിംഗ് ഒരു വൈബിലല്ല അത് പോയത്. ഇറ്റ് വെന്റ് സ്ലോ പേസ്ഡ് എന്ന് ഐ സെഡ് ഇറ്റ് വെരി ഇനീഷ്യലി, ബട്ട് മോർ ഓവർ ദാറ്റ് ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ. ഇറ്റ് വാസ് പ്യൂർലി എ മെഡിറ്റേഷൻ. എന്തുകൊണ്ടാണ് ഈ മെഡിറ്റേഷനും കൂടി മിക്സ് ചെയ്തിട്ട്
ഇത് എവിടുന്ന ഈ ഐഡിയ കിട്ടിയത്? ഹൗ ഡിഡ് യു ലാൻഡ് ലൈക് ഡൂയിങ് ദിസ് ലൈക് അലോങ് വിത്ത് ക്ലേ മോഡലിംഗ്? ഇത് ഇങ്ങനൊരു പ്രോസസ്സിലൂടെ ആൾക്കാരെ കൊണ്ടുപോയി ദെൻ അങ്ങനെയാണല്ലോ നമ്മൾ ഇന്ന് മൊത്തം ആ ഒരു വൈബാണല്ലോ പിടിച്ചത്. ഇതിന്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എന്റെ തോട്ട് പ്രോസസ്സ് തന്നെയാണ്. കൈൻഡ് ഓഫ് ഇപ്പോൾ എനിക്ക് ഞാൻ ഒരു ഓവർ തിങ്കറാണ്. പല കാര്യങ്ങളും ഞാൻ ഓവർ തിങ്ക് ചെയ്ത് കുറെ ചിന്തിക്കാം. ആൾക്കാർ, ഞാനടക്കം. സോ അങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ഞാൻ ഡിറൈവ് ചെയ്ത് അല്ലെങ്കിൽ സ്ട്രക്ചർ ചെയ്ത കുറേ കാര്യങ്ങളാണ് മെഡിറ്റേഷൻ. ഞാൻ മെഡിറ്റേഷൻ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ എന്തോ കൈൻഡ് ഓഫ് അതിനൊരു ഇമ്പാക്റ്റ്, അതിനൊരു പവർഫുൾനെസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ മണ്ണും നമ്മളും കണക്റ്റഡാണ്. ഇപ്പം നേരത്തെ പറഞ്ഞാലേ നമ്മൾ മണ്ണിലേക്ക് പോകാനുള്ളവരാണ്. അപ്പോൾ ആ കണക്ഷൻ എപ്പോഴും ഉണ്ട്. നമ്മൾ മണ്ണിൽ ചവിട്ടിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ബിൽഡിംഗ് ഒക്കെ ലെയർ മണ്ണിന്റെ മുകളിലാണല്ലോ. അപ്പോൾ ആ കണക്ഷൻ ഒരിക്കലും ബ്രേക്ക് ആവുന്നില്ല. സോ അതൊന്ന് റിമൈൻഡ് ചെയ്യുക. മെഡിറ്റേഷൻ അല്ല, വെറുതെ ഒന്ന് സമാധാനമായിട്ടിരുന്നൂടെ? ഒന്നും ചിന്തിക്കണ്ട. ഇപ്പൊ ഈ മാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുക. ടൈം പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ നമുക്ക് വേണ്ടി ഒന്ന് നിൽക്കുക, നിന്നിട്ടൊന്ന് ആലോചിക്കുക. കണ്ണടച്ചൊരു 10 അല്ല, ഇടയ്ക്ക് അങ്ങനെയാണ്. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വി ഹാവ് ടു ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്, ബ്രീത്ത് ആൻഡ് ദെൻ വെറുതെ ബ്രീത്ത് ചെയ്ത് ഇരുന്നാൽ മതി. ഇപ്പൊ ഈ ഞാൻ കഥകൾ പറയുന്ന പോലെ കഥകളൊന്നും പറയണമെന്നില്ല. ഒരു 5 മിനിറ്റ് കണ്ണടച്ചിരുന്നിട്ട് സ്വന്തം കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ വേണ്ട, ഞാനൊരു മനുഷ്യനാണെന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാം. ഓക്കെ. സോ നമ്മൾ ഇവിടെ നമ്മൾ സത്യം പറഞ്ഞാൽ കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചില ടൈമിൽ അഭിഷേക് ഡേറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ വർക്ക്. പക്ഷെ അഭിഷേക് പറഞ്ഞിരുന്നു, only very few people that you've reached out to conduct a workshop. അതില് ഒരു ബ്രാൻഡാണ് ഫ്രോക്സ് സ്കൂൾ. എന്തുകൊണ്ട് why did you feel that okay ഇവരെ റീച്ച് ഔട്ട് ചെയ്താലോ എന്ന് തോന്നാനുള്ളൊരു കാരണം എന്താണ്? അത് ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ട്. അതായത് ഇപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോകുന്നു, ഇടയ്ക്ക് ഇവിടുന്ന് കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോകാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ദിവസം വൈകിട്ട് ഞാൻ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് കയറി. അപ്പോൾ ഇടയിൽ ഒരു കുട്ടി കയറി. കുട്ടിയുടെ ഒരു ബാഗ് ഉണ്ട്, വെള്ള ടോട്ട ബാഗ് ഉണ്ട്. ആ ടോട്ട ബാഗിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഭയങ്കര കാച്ചിങ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. പിന്നെ എന്തോ എഴുതിയിട്ടുണ്ട്. ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോ ഓക്കെ, ഫ്രോക്ക് സ്കൂളോ ഫസ്റ്റ് തൊട്ട് അങ്ങനെ ആയിരിക്കുമല്ലോ എല്ലാവരും ഫ്രോക്ക് സ്കൂളാണ്. അവിടെ ഇപ്പൊ എന്തിനാ പഠിപ്പിക്കുന്നത്? അത് കഴിഞ്ഞ് ഞാൻ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞപ്പോ ഡിസൈൻ ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് മനസ്സിലാവുന്നത്. അപ്പോ എനിക്ക് തോന്നി ഓക്കെ, നെയിം ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഞാനത് അവിടെ വിട്ടു. പിന്നെ ഞാൻ കുറച്ച് ഞാൻ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇടയ്ക്കൊന്ന് ചിന്തിച്ചിട്ട് ഒന്ന് ഡീകോഡ് ചെയ്യാറുണ്ട് കാര്യങ്ങൾ. എനിക്ക് ഭയങ്കരമായിട്ട് ഫ്രോഗോഫോബിയ ഉണ്ട്, ഭയങ്കരമായിട്ട്. അതായത് ഇപ്പൊ ഒരു അങ്ങനെ എന്തെങ്കിലും ഫ്രോഗ് അപ്പൊ അങ്ങനെ, കാരണം ഈ 100 മീറ്റർ അപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ വരെ എന്റെ കണ്ണ് പെട്ടെന്ന് അങ്ങോട്ട് പോകും. അത് തവളയിലേക്ക് പോകും പെട്ടെന്ന്. ഞാൻ ഇത് തുടങ്ങിയ ആൾക്ക് തവളനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് തോന്നി ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു എന്താ പറയാ, ചില സിറ്റുവേഷനൊക്കെ കൊണ്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് എന്റെ പേടി ഒന്ന് മാറ്റിയാൽ കൊള്ളാം. ഫസ്റ്റ് പേടി തന്നെ മാറ്റാം. പിന്നെ ഞാനൊന്ന് മെസ്സേജ് ചോദിക്കും. കാരണം ഇൻസ്റ്റ സ്ക്രോൾ ചെയ്ത സമയത്ത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്ട്രക്ചറിങ് പോസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ വെറുതെ അപ്രോച്ച് ചെയ്ത് നോക്കാം. കാരണം ക്രിയേറ്റീവ് പീപ്പിൾ ആണ്, നമ്മളെ മനസ്സിലാവും. അപ്പൊ ഞാൻ ചുമ്മാ ഒന്ന് DM ചെയ്ത് നോക്കിയതാണ്. ആരായിരുന്നു? സർപ്രൈസിംഗ്ലി ഞാനല്ല മെസ്സേജ് കണ്ടത്. യൂഷ്വലി ഞാൻ അങ്ങനെ കമ്പനി പേജ് തുറക്കല് കുറവാണ്. ഹൂസ് ഓൾസോ ദി ഫൗണ്ടർ, ആളാണ് എന്റെ അടുത്ത് ഇങ്ങനെ നമ്പർ തന്നു, നിങ്ങളൊന്ന് സംസാരിച്ച് നോക്ക്. വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാ, എങ്ങനെ ഉണ്ടാവും, കിട്ടിയാ കിട്ടട്ടെ. പിന്നെ അല്ല, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം എന്താന്ന് വെച്ചാല് മാജിയാണ് ആക്ച്വലി ദി ക്രിയേറ്റീവ് മൈൻഡ് ബിഹൈൻഡ് ഓൾ ഓഫ് ദിസ്. ഹി വാസ് ദ വൺ ഹു ബിൽഡ് എവറിത്തിങ് എൻഡ് ടു എൻഡ്. അപ്പൊ മാജിക്ക് എപ്പോഴും ഉള്ളൊരു നിർബന്ധമാണ് ഈ ഗസ്റ്റ് ലെക്ചേഴ്സിനൊക്കെ കൊണ്ടുവരുമ്പോൾ ഡു സംതിങ് ഔട്ട് ഓഫ് ദി ബോക്സ്. ഭയങ്കര എക്സ്ട്രീംലി ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരും എന്നാൽ അധികം അറിയാത്ത ആൾക്കാരെയും കൊണ്ടുവരണം. ബിക്കോസ് അവർക്കാണ് കൂടുതൽ കഥ പറയാനുണ്ടാവുക എന്ന് എപ്പോഴും ഞങ്ങൾ ഡിസ്കഷൻസ് ഉണ്ടാവും ഓരോ ഗസ്റ്റ് ലെക്ചേഴ്സിനെ കൊണ്ടുവരുമ്പോൾ. ഇവിടെ ഒരു ദിവസം നമ്മൾ എന്തോ ഒരു ഡിസ്കഷൻ ഇടയിൽ മാജി പറഞ്ഞത്, നമുക്ക് ക്ലേ കൊണ്ട് ചെയ്യുന്ന ആരെങ്കിലും നമുക്ക് സെറ്റ് ചെയ്താലോ, അങ്ങനെ കിട്ടും ആരെങ്കിലും എന്നുള്ളത്. അവിടുന്ന് ഭയങ്കര അത്ഭുതം എന്ന് പറയട്ടെ, അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അഭിഷേകിന് മെസ്സേജ് വരുന്നത്.
മെസ്സേജ് വന്നപ്പോൾ മാജിയാണ് നോക്കിയത്. മാജി നോക്കിയിട്ട് ഞാനാണ് യൂഷ്വലി അങ്ങനത്തെ കാര്യങ്ങൾ ഐ യൂഷ്വലി ടേക്ക് ഇറ്റ് അപ്പ്. അപ്പോ ഞാൻ ആ സമയത്ത് അഭിഷേകിന്റെ പ്രൊഫൈലൊന്നും കണ്ടിട്ടില്ല. വി സാറ്റ് ഓൺ എ കോൾ ആൻഡ് നൗ യെസ്. വി ആർ ഹിയർ. ദാറ്റ്സ് ജസ്റ്റ് ഹിസ്റ്ററി. ബട്ട് യാ, എനിക്ക് പറയാനുള്ളത്, ഫ്രം മൈ ഹാർട്ട്, ദിസ് വാസ് എ വെരി ന്യൂ എക്സ്പീരിയൻസ് ഫോർ മീ. ബിക്കോസ് ഞാനൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളൊന്നല്ല. പക്ഷെ എന്നിട്ട് പോലും ഞാൻ അധികം ടൈം എനിക്ക് സത്യം പറഞ്ഞ സ്റ്റുഡൻസിനൊപ്പം സ്പെൻഡ് ചെയ്യാനും ഈ സെഷന് പറ്റിയിട്ടില്ലെങ്കിലും മാക്സിമം ഐ ട്രൈ ടു സ്പെൻഡ് ഹിയർ. പക്ഷെ ആ ഒരു സമയത്തൊക്കെ എന്തോ ഒരു ദിവസവും ഇല്ലാത്തൊരു സമാധാനമായിരുന്നു എൻ്റെ മനസ്സിൽ. എൻ്റെത് മാത്രമല്ല, മൈ ഹോൾ ടീം, ഇൻക്ലൂഡിങ് നമ്മളെ മക്കള്, എൻ്റെ ലൈക്ക് നമ്മളെ ടീം, എല്ലാവർക്കും അത് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടുണ്ട്. എസ്പെഷ്യലി ഇവിടുത്തെ ക്രിയേറ്റീവ് ആൾക്കാർക്ക് ഐ ഫീൽ ദാറ്റ് കമ്മിങ് ഡേയ്സിൽ അത് ഭയങ്കരമായിട്ട് അത് അവരെ നന്നായിട്ട് തന്നെ ഇമ്പാക്ട് റിസൾട്ട് ചെയ്യും. ഉണ്ടാവും. ആ പോസിറ്റീവ് ആയിട്ട് തന്നെ ഇമ്പാക്ട് ചെയ്യുന്ന ഐ സ്ട്രോങ്ലി ബിലീവ് ഇൻ ഇറ്റ്. ആൻഡ് ഇറ്റ് വാസ് എ ഹ്യൂജ് ഓണർ ടു ഹാവ് യു ഹിയർ അറ്റ് ഫ്രോഗ് സ്കൂൾ. Yes. ഇനിയും വരണം. നമ്മളെ അടുത്ത മക്കള്, വിളിച്ചെന്തായാലും വരും. അടുത്ത ഫ്രോഗ് തവളക്കുട്ടികൾ വരുമ്പോഴും അഭിഷേക് ഹാസ് ടു ബി ഹിയർ. Yes. അവർക്കും അഭിഷേകിന്റെ കഥകൾ കേൾക്കണം. അഭിഷേക് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കണം. സോ ഇറ്റ് വാസ് ഗ്രേറ്റ് ഹാവിംഗ് യു ഹിയർ ഇൻ our frog school and as well as Frogcast. Thank you so much for inviting me for such a event. എപ്പോഴും നന്ദിയുണ്ട്. ഇപ്പോൾ നിങ്ങളും എൻ്റെ കഥയിലൊരു വലിയൊരു പാർട്ടാണ്. Yes. താങ്ക് യു സോ മച്ച്. അത് ഹൃദയം തൊട്ട് ഒരിക്കൽ കൂടി